കണ്ണൂർ തിരിച്ചുപിടിക്കാൻ ഇക്കുറി പാർട്ടി ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി CPM പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അതിശക്തമായിട്ടുള്ളൊരു പോരാട്ടം നടക്കുമെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അത്തരത്തിലുള്ളൊരു പോരാട്ടമായിരിക്കുമോ കണ്ണൂരിൽ നടക്കുക? തെരഞ്ഞെടുപ്പ് എല്ലാ സന്ദർഭത്തിലും അതത് രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ തീപ്പാറുന്ന പോരാട്ടമായിരിക്കും. ഇത്തവണ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടന പോലും ഉണ്ടാവില്ല. ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറലിസവും ഒക്കെ തകർക്കപ്പെടും. അതിൻ്റെ പ്രശ്നം മനസ്സിലാക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്. അതിന് കാരണം എന്താ? രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇച്ഛാശക്തിയോടുകൂടി ഇടതുപക്ഷം മാത്രമാണ്. അത് തീപ്പാറുന്ന പോരാട്ടമാകും. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാവുകയും ചെയ്യും. എന്തായാലും കണ്ണൂർ ഇക്കുറി തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം തന്നെയാണ് CPM LDF ഉള്ളത്. അതെ. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം LDF തോറ്റെങ്കിലും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും ഒടുവിൽ ഒരാഴ്ച മുമ്പ് നടന്നിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലും UDFൻ്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ UDFനോടൊപ്പം ഉണ്ടായിരുന്ന ബഹുജനങ്ങളുടെ കൂടി പിന്തുണയോടെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 11-ൽ 9 ഇടതുപക്ഷമാണ്. നേരത്തെ 8 ഉണ്ടായിരുന്നുള്ളൂ. 1 അധികം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 ഇടതുപക്ഷം വിജയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 തദ്ദേശ സ്ഥാപനങ്ങൾ ഇടതുപക്ഷം പിടിച്ചെടുത്തു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ വാർഡ് അടിസ്ഥാനത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 4 UDF ആയിരുന്നു മുമ്പ് ജയിച്ചതെങ്കിൽ അതിലൊന്ന് UDFൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. അപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ ജനമനസ്സ് ഇന്ന് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എവിടെയും കാണാൻ കഴിയും. എന്തായാലും കണ്ണൂരിൽ K. സുധാകരനാണ് എതിരാളി എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വെല്ലുവിളി ആയി മാറുമോ? അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെറിവിളി പ്രയോഗമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ്സുകാർ തന്നെ K. സുധാകരനെതിരെ അല്ലെങ്കിൽ സുധാകരനെ എതിർത്തുകൊണ്ടുള്ള വാചക പ്രയോഗങ്ങളൊക്കെയായി രംഗത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അനുകൂല ഘടകമായി മാറും എന്നുള്ളൊരു പ്രതീക്ഷ ഇടതു സ്ഥാനാർത്ഥിക്കുണ്ടോ? കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് തെറി പ്രകടനം എന്നുള്ളത് സ്നേഹാഭിവാദനങ്ങളെന്നാണ്. അത് അവരുടെ കാര്യം. പക്ഷെ നമ്മൾ നോക്കുന്നത് രാഷ്ട്രീയമാണ്. അതിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ UDF ഭിന്നിച്ചു നിൽക്കുകയാണ്. ലീഗ് 3-ാം സീറ്റിൻ്റെ പേരിൽ നിന്ന് രാജ്യസഭാ സീറ്റിലേക്ക് എത്തിയെങ്കിലും മുറുമുറുപ്പ് അവസാനിച്ചിട്ടില്ല. ലീഗിൽ ഭിന്നത ശക്തമാണ്. UDFൻ്റെ അകത്ത് ഇനിയും തുടരണമോ എന്ന പ്രശ്നത്തിലുള്ള ഭിന്നതയാണുള്ളത്. കോൺഗ്രസിനകത്തും ഭിന്നത ശക്തമാണ്. എന്നാൽ ഇപ്പുറം LDF കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് സീറ്റ് വിഭജനം നേരത്തെ പൂർത്തീകരിക്കുകയും സ്ഥാനാർത്ഥി നിർണയം അതത് കക്ഷികൾ നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് ഇറങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ട് LDF ഐക്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ UDF ഭിന്നതയോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലും ഐക്യമില്ലായ്മ പ്രകടമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് തന്നെ ആരംഭിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാൽ ഉടൻ ആരംഭിക്കുന്നത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം. അതുകൊണ്ട് ഉടൻ തന്നെ ആരംഭിക്കും. ഏത് തരത്തിലുള്ള പ്രചരണമായിരിക്കും? വ്യത്യസ്തമായ 7 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന അതിവിപുലമായ പ്രദേശമായതിനാൽ എല്ലാ വോട്ടർമാരെയും നേരിൽ കാണാൻ കഴിയില്ല. അപ്പോൾ വോട്ടർമാരുള്ള പ്രദേശങ്ങൾ ഒരിടത്ത് ഒത്തുകൂടി അവരോട് വോട്ട് അഭ്യർത്ഥിക്കുക. അതോടൊപ്പം പരമാവധി വോട്ടർമാരെ വ്യക്തിപരമായി കാണുക. അതാണ് ലക്ഷ്യം. എന്തായാലും കണ്ണൂർ ഇടതുകോട്ട തിരിച്ചുപിടിക്കാൻ ഇക്കുറി MV ജയരാജന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു അഭിവാദ്യം രേഖപ്പെടുത്തുന്നു. ആ ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതു കേന്ദ്രങ്ങളും സ്ഥാനാർത്ഥിയുമുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ഷൗർബേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്. ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.